മുസ്ലിം സഹോദരങ്ങളെ തോക്കുകൊണ്ട് വെടിവെക്കുന്ന AI വീഡിയോ വിവാദമായപ്പോൾ പിൻവലിച്ച് BJP ആസാം ഘടകം. ഇന്ത്യയിലെ ഏറ്റവും മോശം ചീപ്പായ മുഖ്യമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് യാതൊരു സംശയവും വേണ്ട, അത് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിസ്വ ശർമ്മയാണ്. വർഗീയതയും വിദ്വേഷവും അധികാര സ്ഥാനത്തിരുന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇദ്ദേഹം. ഓർക്കുക, ഇത് ഹിന്ദുക്കളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, പകരം തന്റെ അധികാരം ഉറപ്പിക്കാനായി മുസ്ലിങ്ങളെ ശത്രുവായി ചിത്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ട നമ്മൾ ഹിന്ദുക്കളെ പറ്റിച്ച് അധികാര സ്ഥാനത്തിരിക്കാനുള്ള തികച്ചും ദേശവിരുദ്ധനായ ഒരു വ്യക്തിയുടെ ശ്രമം മാത്രമാണ്. എന്തുകൊണ്ട് ദേശവിരുദ്ധൻ എന്ന് വിളിക്കുന്നു? യഥാർത്ഥത്തിൽ ഇതാണ് രാജ്യദ്രോഹം. കൂടെയുള്ള സഹോദരങ്ങളെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ബാക്കി മതവിഭാഗങ്ങളാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അവരെ ടാർഗറ്റ് ചെയ്ത് സ്വന്തം അധികാര കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹം തന്നെയാണ്. അങ്ങനെ ഒരാളാണ് ഹിമന്ത് ബിസ്വ ശർമ്മ. മുസ്ലിം സഹോദരങ്ങളെ തോക്കുകൊണ്ട് വെടിവെക്കുന്ന ഒരു AI വീഡിയോ. ഇതിനു മുമ്പും നിരന്തരമായി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന, അതിൽ ലാഭമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. പണ്ട് കോൺഗ്രസിലായിരുന്നു, പിന്നീട് BJP-യിലായി. ഏതെങ്കിലും ഒരു പാർട്ടിയോട് താല്പര്യമൊന്നുമില്ല, സ്വന്തം അധികാരത്തിന് വേണ്ടി വർഗീയത ഒരു ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ വർഗീയത ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ചാനലുകളിൽ വന്ന വാർത്തകൾ ഒന്ന് ശ്രദ്ധിക്കാം. മാതൃഭൂമിയെ ശ്രദ്ധിക്കാം, ഏഷ്യാനെറ്റ് ശ്രദ്ധിക്കാം. വിദ്വേഷ വീഡിയോ പ്രചരിപ്പിച്ച് BJP അസം ഘടകം. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വെടിവെക്കുന്ന ദൃശ്യത്തിൽ ബുള്ളറ്റ് തറയ്ക്കുന്നത് മുസ്ലിങ്ങളുടെ ചിത്രങ്ങളിലാണ്. വിവാദമായതോടെ ഈ ചിത്രം പിൻവലിച്ചു. അതേസമയം കർക്കശമായ നിയമ നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നുള്ളതാണ്. അതായത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ്. അത് ചെന്ന് തറയ്ക്കുന്നത് തൊപ്പിയൊക്കെ ധരിച്ച് മുസ്ലിങ്ങളുടെ മേലിലാണ്. എന്നിട്ട് നോ മേഴ്സി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് BJP-യുടെ ആസാം പ്രദേശ് ഔദ്യോഗിക ഘടകത്തിന്റെ വെരിഫൈഡ് ടിക്കർ ഒക്കെ ഉള്ളതാണ് ഇത് ചെയ്യുന്നത്. എത്രമാത്രം ദ്രോഹമാണ് ഇവർ ഈ നാട്ടിന് ചെയ്യുന്നതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രീതിയിൽ ഇത് നമ്മൾ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കാനാണോ? നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത്, ഇതേപോലുള്ള ആൾക്കാർ നമ്മളെയും ദ്രോഹിക്കുകയാണ്. കാര്യം ഇവർക്ക് ഹിന്ദുക്കളോട് യാതൊരു ഇഷ്ടവും ഇല്ലെന്ന് മാത്രമല്ല, നമ്മളെ ഉപയോഗിച്ച് അവരുടെ രാഷ്ട്രീയ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകം കളിക്കുന്ന വ്യക്തിയാണ്. മുസ്ലിങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിവാദ വീഡിയോയിൽ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. വംശഹത്യക്കുള്ള ആഹ്വാനം വലിയ അനന്തരഫലം ഉണ്ടാക്കും എന്നും KC വേണുഗോപാൽ വിമർശിച്ചു. മോദി നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷയില്ല, കോടതി നടപടിയെടുക്കണമെന്നും KC വേണുഗോപാൽ വിമർശിക്കുകയാണ്. കോടതിയാണ് നടപടി എടുക്കേണ്ടത്. വീഡിയോ BJP പിൻവലിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മുസ്ലിങ്ങൾക്കെതിരെ നേരെ വെടിയുതിർക്കുന്ന ഹിമന്ത ബിശ്വയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ അത് AI ജനറേറ്റഡ് വീഡിയോ ആണ്. ഈ AI വീഡിയോയില് എന്നിട്ട് ഇത് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും വിരോധം ഉണ്ടാക്കാനുമുള്ള ഒരു ഗൂഢാലോചനയാണ് ിലൂടെ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയത്. അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ഷോട്ടിലാണ് ആ വീഡിയോ തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ആ ഉണ്ട ചെന്ന് കൊള്ളുന്നത് രണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നേരെയാണ്. അവരുടെ വേഷവിധാനത്തിലൂടെ അത് കൃത്യമായി മനസ്സിലാകുന്നു. ഈ തോക്കിന്റെ ഉണ്ട പോകുന്നതൊക്കെ തന്നെ AI-യിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇത്തരത്തിലൊരു AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് അതിൽ വ്യക്തമാണ്. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്നായിരുന്നു ആ വീഡിയോ. അങ്ങനെ എഴുതിയിട്ടുണ്ട്, പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അടിക്കുറിപ്പ് എന്നുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനത്ത് തീർത്തും ഒരു വിഭജനകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നും ഇത് വംശഹത്യക്ക് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ, അതാണ് BJP ഉദ്ദേശിക്കുന്നത്, അതാണ് BJP-യുടെ സ്വപ്നം എന്നുള്ള രീതിയിലൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. കുറച്ചുകൂടെ ഇത് ചെയ്യുന്നത് ഇതിൽ നിന്ന് സ്പർദ്ധ ഉണ്ടാക്കുക, വിവാദം ഉണ്ടാക്കുക, വിരോധം ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് കേരളത്തിൽ ചെയ്യുന്നതിന്റെ ഒരു കൂടിയ ഫോം എന്ന് നമുക്ക് മനസ്സിലായാൽ മതി. അതായത് മറുഭാഗത്ത് മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തി ആ മുസ്ലിമായ ശത്രുവിനെ എതിരിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണ കൊടുത്ത് അവരുടെ രാഷ്ട്രീയ സീറ്റ് ഉറപ്പിക്കാനുള്ള പൊറാട്ട് നാടകമാണ് യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ BJP-കാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, CPM-കാരനാകാം, പാർട്ടി ഉള്ളവനാകാം, ഇല്ലാത്തവനാകാം, നമ്മൾ ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം ആകാം. പക്ഷെ ഇത്തരം വിരോധത്തിന്റെ, ഇത്തരം തീവ്രവാദത്തിന്റെ മനസ്ഥിതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത്തരം തീവ്രവാദ വീഡിയോകൾ
ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കരുത്. അതിശക്തമായി ഇതിനെ എതിർക്കാനുള്ളൊരു മനോഭാവം വേണം. ആ മനോഭാവമാണ് നമുക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മലകളെയും പുഴകളെയും മണ്ണിനെയും സ്നേഹിക്കുന്നത് മാത്രമല്ല, മനുഷ്യരെ കൂടെ സ്നേഹിക്കുന്നതാണ്, അവരെ കൂടെ നിർത്തുന്നതാണ്, അവരെ ചേർത്ത് നിർത്തുന്നതാണ്. ഓർക്കുക, രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ മണ്ണിനോടുള്ള സ്നേഹം മാത്രമല്ല, അത് വേണം തീർച്ചയായിട്ടും. മണ്ണ്, ഭൂമി, നദി, പുഴ, ജലം, മല, ഇതെല്ലാത്തിനോടും സ്നേഹം വേണം. എന്നാൽ കൂടെയുള്ള ജനങ്ങളെ, അവർ വിശ്വാസികളായിരിക്കാം, വിശ്വാസികളല്ലായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം. അപ്പൊ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഇത്തരം വീഡിയോകൾ അപലപനീയമാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരിക്കുമല്ലോ എന്തായാലും ഇട്ടത്, കാര്യം ഒഫീഷ്യൽ ഹാൻഡിലൊക്കെ ഇട്ടതല്ലേ. ഇത് മുസ്ലിം വിരോധം ഉപയോഗിച്ച് നമ്മൾ ഹിന്ദുക്കളെ മുതലാക്കാനുള്ള, പറ്റിക്കാനുള്ള ശ്രമമാണ്. കേരള സ്റ്റോറിയൊക്കെ പോലെ നമ്മൾ ഹിന്ദുക്കൾ ഉണരണം, ഇതിനെതിരെ ജാഗ്രതയോടെ പ്രതികരിക്കണം.